മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദേശവാസികളെ, ചാരത്തും ദൂരെയുമായി എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ ഇടയിലില്ല. പല കാരണങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർത്തെറിയാറുണ്ട്. ഭയം, നിരാശ, രക്തബന്ധങ്ങളുടെ മുറിവുകൾ, രോഗം, കടബാധ്യത, പലവിധമായ പ്രശ്നങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഒന്നുകിൽ നമ്മൾ യൗവനകാലത്ത് സമ്പാദിച്ചു വെച്ച പണം നമ്മളെ വാർദ്ധക്യകാലത്ത് സഹായിക്കുമെന്നാണ്. അല്ല എങ്കിൽ നമ്മൾ കെട്ടിപ്പടുത്ത വ്യക്തിബന്ധങ്ങൾ, അത് മതപരമായ ബന്ധമായാലും രാഷ്ട്രീയമായ ബന്ധമായാലും, നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ തളർച്ചയിലും അവർ നമ്മളെ സഹായിക്കുമെന്നോർത്ത് നമ്മൾ അവരിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകും: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയുന്ന നാളുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ഏവരും പക്ഷികളെ കാണാറുണ്ട്. അവർ കൂട്ടമായി പറന്ന് നടക്കുമ്പോൾ, പറന്ന് തന്റെ ചിറകുകൾ ക്ഷീണിക്കുമ്പോൾ കാണുന്ന ചിന്നയുടെ അരികിൽ അവർ വന്ന് പറന്നിറങ്ങും. ഒരിക്കലും ഒരു പക്ഷി പോലും തങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഒരാശ്വാസത്തിനായി ഇരിക്കുന്ന ചിന്ന ഉണങ്ങിയതാണെന്നോ മറ്റൊരാൾ വെട്ടിക്കളയുമെന്നോയുള്ള യാതൊരു ആശങ്കയും ഇല്ലാതെയാണ് അവർ ആ ചില്ലയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ധൈര്യത്തോടെ ക്ഷീണിക്കുമ്പോൾ മരച്ചില്ലയിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്കറിയാം, അവരെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം അവർക്ക് 2 ചിറകുകൾ കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവൻ അപകടത്തിലാകുന്ന സമയത്ത് ഞാൻ ആ ചിറകടിച്ച് ആകാശമേഘങ്ങളിലേക്ക് പറന്നുയരുവാൻ കഴിയുമെന്ന്. എന്നാൽ എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ചാരി നിൽക്കുന്ന മതിൽ പുറകോട്ട് വീഴുമ്പോഴും, നീ നിൽക്കുന്ന ഭൂമി കാലടിയിൽ നിന്ന് മണ്ണ് മാറിപ്പോകുമ്പോഴും നിനക്ക് ആശ്രയിപ്പാൻ ആരുമില്ല എന്ന് നീ കരുതുന്ന നിന്റെ ഏകാന്തതയുടെ നിമിഷത്തിൽ ഈ കടന്നു വന്ന സുവിശേഷ പ്രവർത്തകരായ ഞങ്ങൾക്ക് പറയുവാനുണ്ട്: ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഈ ദൈവവചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ഞങ്ങളുടെ രോഗങ്ങളെ മാറ്റുകയും ഞങ്ങളുടെ കടബാധ്യതകൾക്ക് ആശ്വാസം തരികയും തന്ന രക്ഷകനെ ഈ ലോകം മുഴുവനും തന്റെ ജനനത്തെ ഘോഷിക്കുന്ന ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏവർക്കും ആശ്വാസമാണ് യേശു ക്രിസ്തു എന്ന നാമം. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിന്റെ പാപത്തെ പോറ്റുവാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായി കടത്തിവിട്ട യേശുവിന്റെ സുവിശേഷമാണ് ഇന്ന് ഞങ്ങൾ ഈ ജംഗ്ഷനിൽ വിളംബരം ചെയ്യുന്നത്. 2025 വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി വെറും 33.5 തിരുവയസ്സിൽ 3 ആണിമേൽ തൂങ്ങി കിടന്നപ്പോ തനിക്ക് ചുറ്റുമുള്ളവര് തന്നെ വിട്ട് മാറിപ്പോകുന്നെന്ന് കണ്ടപ്പോ സ്വന്തം തോളിൽ തലചായിച്ച് മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ആണ്ട് കഴിയുകയാണ്. 2025 നമ്മളെ വിട്ട് കടന്നു പോകുമ്പോ 2026 വഴികൾ എന്തെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞ കർത്താവ് ദൈവം തുടർന്നുള്ള പുതിയ വർഷത്തെ ഓരോ ദിവസവും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏവർക്കും ഒരു നല്ല
ക്രിസ്മസ് ആശംസിക്കുന്നതോടൊപ്പം 2026 എന്ന പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ ഭാരമില്ലാത്ത, രോഗമില്ലാത്ത, സ്വസ്ഥമായ ഒരു ജീവിതത്തിന് അർഹതയുള്ളവരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മാറാ